തിരുവനന്തപുരം നഗരത്തിൽ പ്രത്യേകിച്ച് കോർപ്പറേഷൻ മേഖലയിൽ കൃത്യമായി കുടിവെള്ളം മുടങ്ങുകയാണ്. രാജേഷിൻ്റെ വക ചില റീലുകൾ കിടന്ന് കറങ്ങുന്നുണ്ട്. ശിവൻകുട്ടി മാർ അതിന് ട്രോളൊന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം BJPയുടെ കൗൺസിലർമാരും സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരും കൂടെ ഇടിച്ച് കയറി വാട്ടർ അതോറിറ്റി MDയുടെയും CEയുടെയൊക്കെ ഓഫീസിൽ ഇടിച്ചു കയറി എവിടെ കുടിവെള്ളം ദാഹിക്കുന്നു സർക്കാർ എന്നൊക്കെ പറഞ്ഞ് വലിയ ബഹളമുണ്ടാക്കി. രാജേഷ് അധികാരത്തിൽ വന്നപ്പോൾ മേയറായി വന്നപ്പോൾ പറഞ്ഞു, ഞങ്ങൾ ഉടൻ തന്നെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കും. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ചെറുവയ്ക്കൽ മേഖലയിൽ പഴയ ഉള്ളൂർ പഞ്ചായത്തിൻ്റെ ആറ്റിപ്പുറയുടെയൊക്കെ വരുന്ന ഉള്ളൂരിൻ്റെയാണ് ചെറുവയ്ക്കൽ മേഖലയിൽ പുലനാർ കോട്ട, അവിടെ ഹോസ്പിറ്റലുമുള്ളതാണ്. ഈ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾക്കുള്ള റെസ്പിറേറ്ററി ഹോസ്പിറ്റലുമുള്ളതാണ്. അതുപോലെ ചെറുവയ്ക്കൽ പ്രദേശങ്ങളിൽ ജലവിതരണം പൂർണ്ണമായി മുടങ്ങിയിട്ട് ഒരാഴ്ചയായി. ആക്കുളം, പ്രശാന്ത് നഗർ, ലാറ്റക്സ്, കുറുങ്കരക്കോണം തുടങ്ങിയ സ്ഥലങ്ങളിലും വെള്ളമില്ലാതെ ജനങ്ങൾ നെട്ടോട്ടവും കുറിയോട്ടവും ഓടുകയാണ്. ലൈനിലെ എയർ പ്രശ്നമാണ് ഇവിടെ ജലവിതരണം തടസ്സപ്പെടുന്നതിന് കാരണമായി പറയുന്നു. IT മേഖലയുടെ പ്രദേശമായ കഴക്കൂട്ടത്ത് ശരിക്ക് വെള്ളത്തിന് ക്ഷാമം വരുന്നു. 30 വർഷത്തിലേറെ പഴക്കമുള്ള പൈപ്പുകളാണ് കഴക്കൂട്ടത്തുള്ളത്. അടിക്കടി പൈപ്പ് പൊട്ടുന്നുണ്ട്. കഴക്കൂട്ടത്ത് ജലവിഭവം വർദ്ധിച്ചതിനനുസരിച്ച് കുടിവെള്ളം പമ്പ് ചെയ്യാനാകുന്നില്ല. അറ്റകുറ്റപ്പണികൾക്ക് കരാറെടുക്കുന്നവർ കാര്യക്ഷമമായി പ്രവർത്തിക്കാത്ത സ്ഥിതിയുമുണ്ട്. വൈദഗ്ധ്യമുള്ള ജീവനക്കാരുടെ പ്രശ്നവുമുണ്ട്. ഇതിനിടയിലാണ് രാജേഷിൻ്റെ ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. നേരത്തെ രാജേഷ് പറഞ്ഞത് അങ്ങനെയല്ല, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കുടിവെള്ളക്ഷാമമൊക്കെ പരിഹരിക്കുക. അതൊരു ആവേശത്തിൽ അങ്ങ് പറഞ്ഞതാണ്. കാരണം കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റി വിചാരിച്ചാലാണ്. കാരണം വാട്ടർ അതോറിറ്റിയുടെ സ്കീമുകളാണ് ഇവിടെ ഉള്ളത്. അതിലേക്ക് നമുക്ക് വരാം. എന്തായാലും അറ്റകുറ്റപ്പണികളുടെ പേര് പറഞ്ഞ് ദിവസങ്ങളോളം വാട്ടർ അതോറിറ്റിയുടെ കുടിവെള്ളം മുടങ്ങുന്ന രീതിയുണ്ട്. കോട്ടൂരിൽ നിന്നും അരുവിക്കരയിലേക്ക് വെള്ളം എത്തിക്കുന്നത് അതടക്കം നഗരത്തിലെ ജലവിതരണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വലിയ ചർച്ചയാണ് പലപ്പോഴും നടക്കുന്നത്. നെയ്യാറിൽ നിന്നുള്ള വെള്ളം അരുവിക്കര വഴി എത്തിക്കുന്ന കഥകളും നെയ്യാറിലെ വെള്ളത്തിൽ ഒരുപാട് കഥകളും ആൾട്ടർനേറ്റീവും ഒക്കെ നടക്കുന്നു. എന്താണ് തിരുവനന്തപുരം ജില്ലയിൽ നടന്ന സംഭവം എന്നുകൂടി നമുക്ക് നോക്കണം. ചരിത്രപരമായി നോക്കുമ്പോൾ 1921 വെല്ലിംഗ്ടൺ ജലവൈദ്യുത പദ്ധതി എന്നുള്ള നിലയിലാണ് തിരുവനന്തപുരത്ത് കുടിവെള്ള പദ്ധതി കൊണ്ടുവരുന്നത്. പക്ഷേ വെല്ലിംഗ്ടൺ പദ്ധതി നിലവിൽ വന്നത് 1921 പ്ലാൻ ചെയ്തെങ്കിലും 1933 അത് വന്നത്. വെല്ലിംഗ്ടൺ എന്ന് പറയുന്ന സായിപ്പിൻ്റെ നേതൃത്വത്തിലാണ്. അത് രാജാവിൻ്റെ കാലഘട്ടത്തിലാണ് വന്നത്. അത് കരമന നദിയിലെ അരുവിക്കര റിസർവോയറിൽ നിന്ന് വെള്ളമെടുത്തുകൊണ്ട് തിരുവനന്തപുരത്ത് വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷേ അപ്പോഴുണ്ടായിരുന്ന വളരെ രസകരമായൊരു കാര്യം, അങ്ങനെ വെള്ളം കൊടുക്കാൻ തീരുമാനിച്ചപ്പോൾ ഉണ്ടായൊരു കാര്യം, തിരുവനന്തപുരത്ത് നന്നായ രീതിയിൽ തോട്ടിലെയും കിണറ്റിലെയും വെള്ളം ജനങ്ങൾ ഉപയോഗിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ പൈപ്പ് കണക്ഷൻ ആരും എടുത്തില്ല. പൈപ്പ് കണക്ഷൻ എടുക്കാതിരുന്നപ്പോൾ പബ്ലിക് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കൂടി സഹായത്താൽ, ആരോഗ്യവകുപ്പിൻ്റെ സഹായത്താൽ കിണറുകളുള്ള വീടുകളിലെല്ലാം കൊതുക് വളരുമെന്നും കിണർ വെള്ളം അപകടമാണെന്നൊക്കെ പറഞ്ഞ് വലിയ ശിക്ഷയൊക്കെ ഏർപ്പെടുത്തി. അങ്ങനെ ശിക്ഷാ നടപടികളിൽ നിന്ന് രക്ഷപ്പെട്ട കുറച്ച് പേരെ വീട്ടിൽ കിണറുണ്ടെന്നുള്ളതല്ലാതെ മറ്റ് സ്ഥലങ്ങളിൽ കിണറുകൾ ഇല്ല എന്നുള്ളത് അന്ന് കിണറുകൾ നികത്തി അല്ലെങ്കിൽ കിണറുകൾ ഉപേക്ഷിക്കാൻ ജനങ്ങളെ പ്രേരിപ്പിച്ചു. അങ്ങനെയും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് കിണറുകൾ തിരുവനന്തപുരത്ത് ഉപേക്ഷിക്കപ്പെട്ട് കിടപ്പുണ്ട്. എന്തായാലും പൈപ്പ് വെള്ളത്തിന് പറയുന്ന ന്യായം 30 വർഷത്തിന് മുമ്പ് ഇട്ട പൈപ്പുകളാണെന്ന് പറയുന്നു. അതേസമയം തിരുവനന്തപുരത്ത് 2 പദ്ധതികൾ വന്നിട്ടുണ്ട്. ഇതൊന്നും ചർച്ച ചെയ്യാതെ നമ്മൾ കാടടച്ച് വെടിവെക്കുകയും ഏത് കാര്യം വന്നാലും, കറണ്ട് കട്ട് വന്നാലും, എന്ത് വിഷയം വന്നാലും രാഷ്ട്രീയമായി നമ്മൾ ചർച്ച ചെയ്യുകയും എങ്ങും അക്കാഡമിക്കായി നമ്മളെങ്ങും എത്താതെ പോവുകയും ചെയ്യുന്ന ഒരു കഥയിലേക്കാണ് കേരളം പോകുന്നത്. രാഷ്ട്രീയമായി ചർച്ച ചെയ്താൽ പിന്നെ നമ്മൾ അക്കാഡമിക്കായിട്ട് എങ്ങും എത്തുകയില്ല. രാഷ്ട്രീയ ചർച്ചയാണ് എല്ലാവർക്കും താല്പര്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി, ഞാനിപ്പോൾ ഇതിന് തൊട്ട് മുമ്പേ ന്യൂസ് 18 ചാനലിൽ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ഒരു പവർ കട്ടിൻ്റെ ചർച്ച വന്നു. അവിടെയും ചർച്ച നടക്കുന്നത് ഒരു രാഷ്ട്രീയ ചർച്ച പോലെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരു സുഖകരമായ കാര്യമല്ല. എന്തായാലും ഞാൻ പറഞ്ഞതുപോലെ തിരുവനന്തപുരത്ത് ഈ വെള്ളത്തിൻ്റെ ക്ഷാമത്തിന് നേരത്തെ എന്താണ് ജപ്പാൻ കുടിവെള്ള പദ്ധതി വരുന്നപ്പോൾ പറഞ്ഞു എല്ലാ പൈപ്പുകളും മാറ്റിയിടുകയാണ്. ജപ്പാൻ കുടിവെള്ള പദ്ധതി തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ തിരുവനന്തപുരത്തെ ജലപ്രശ്നം നന്നായി പരിഹരിക്കുമെന്ന് പറഞ്ഞു. ജപ്പാൻ കുടിവെള്ളം പദ്ധതി വന്നു. ജപ്പാൻ കുടിവെള്ളം എന്ന് പറഞ്ഞാൽ ജപ്പാനിൽ നിന്ന് കുടിവെള്ളം കൊണ്ടുവരുന്നല്ല, ഇവിടെ വൈദ്യുതി ജപ്പാൻ ഗവൺമെൻറ്റിൽ നിന്ന് കാശ് വാങ്ങി ലോൺ എടുത്ത് കൊണ്ടുവന്ന പദ്ധതിയാണ്. വെള്ളം ഇവിടെ നിന്ന് അരുവിക്കരയിൽ തന്നെ കൊണ്ടുവരുന്നത്. പക്ഷേ ജപ്പാൻ കുടിവെള്ള പദ്ധതി പരാജയപ്പെട്ടു പോയോ എന്നൊരു ചോദ്യമുണ്ട്. കാരണം അതിനകത്ത് ഈ 30 വർഷത്തെ പൈപ്പുകൾ മാറ്റാൻ കഴിഞ്ഞില്ലയോ? അടുത്ത ചോദ്യം, അമൃത് പദ്ധതി ഇവിടെ വന്നു.
അമൃത് പദ്ധതി വന്നപ്പോൾ അതിലും കുറേ പൈപ്പുകൾ ഇട്ടിട്ടുണ്ട്. എന്നാലും ഇപ്പോൾ ഗ്യാസ് കയറുന്നു, ഹയർ പ്രദേശങ്ങളിൽ വെള്ളം കിട്ടുന്നില്ല, എല്ലാ വാർഡുകളിലും വെള്ളം കിട്ടുന്നില്ല. ഇതിനെന്താണ് ഒരു പരിഹാരം എന്ന് ചോദിച്ചാൽ, കേന്ദ്ര സഹായത്തോടു കൂടി വാട്ടർ അതോറിറ്റിയാണിത് ചെയ്യേണ്ടതെന്ന് രാജേഷ് പറയുമ്പോഴും രാജേഷിൻ്റേതായ പങ്കുണ്ട്. മിസ്റ്റർ രാജേഷ്, മഴവെള്ള സംഭരണം നന്നായി പ്രോത്സാഹിപ്പിക്കണം. തിരുവനന്തപുരം അമൃത TV ഇരിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് ഒരു വീട്ടിൽ, ഒരു എഞ്ചിനീയറായിട്ടുള്ള ഒരാളിൻ്റെ വീട്ടിൽ ഞാനാണത് സഹായിച്ചത്, സാങ്കേതികം, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ആധികാരികമായിട്ട് പറയുന്നത്. 80,000 ലിറ്റർ മഴവെള്ളമാണ് കാർ ഷെഡിൻ്റെ അടിയിൽ പിടിച്ചിരിക്കുന്നത്. വഴുതക്കാട് കലാഭവൻ തിയേറ്ററിൻ്റെ അടുത്തുള്ളൊരു വീട്ടിൽ, താഴേക്ക് പോകുന്ന അപ്പൻ റോഡിൽ താഴേക്ക് പോകുന്ന ഒരു വീട്ടിൽ, അവിടെ 10,000 ലിറ്റർ മഴവെള്ളം താഴെ പിടിച്ചിട്ടുണ്ട്. കവടിയാറിലുള്ള ഒരു ക്യാപ്റ്റൻ്റെ വീട്ടിൽ കിണറുണ്ട്. അവിടെ കിണർ നന്നായി റീചാർജ് ചെയ്യുകയും മഴവെള്ള സംഭരണി ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ധാരാളമായി തിരുവനന്തപുരത്ത് മഴവെള്ള സംഭരണിയും കിണറുകളുള്ള സ്ഥലങ്ങളിൽ കിണറുകൾ നന്നായി റീചാർജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ അതുപോലെ കുളങ്ങൾ, ആയിരക്കണക്കിന് കുളങ്ങൾ തിരുവനന്തപുരത്തുണ്ട്. അതിലെ വെള്ളം മറ്റാവശ്യങ്ങൾക്ക് പ്രയോജനപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ഈ കുടിവെള്ളത്തിൻ്റെ സമ്മർദ്ദം കുറയ്ക്കാൻ പറ്റും. ഇപ്പോൾ സംഭവിക്കുന്നത്, ഒരു വീട്ടുകാർക്ക് 10, 20, 25 ലിറ്റർ വെള്ളം മതി ഒരു ദിവസം. പക്ഷേ ഈ കുടിക്കുന്നതിനും മറ്റു പാചകത്തിനാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ 250, 300 ലിറ്റർ വെള്ളമാണ് ഒരു ദിവസം പ്രയോജനപ്പെടുത്തുന്നത്. അത് കൂടുതലും പോകുന്നത് മറ്റാവശ്യങ്ങൾക്കാണ്. മറ്റാവശ്യങ്ങൾക്ക് എടുക്കുന്ന വെള്ളം ഇത്രയും ശുദ്ധീകരിച്ച വെള്ളത്തിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആൾട്ടർനേറ്റീവ് പൈപ്പിനെ കുറിച്ചും കൂടി നമ്മൾ ചിന്തിക്കേണ്ടി വരും. കുടിവെള്ള പദ്ധതികൾക്കായിട്ടൊരു പൈപ്പ് ലൈൻ, മറ്റ് പദ്ധതികളിലായിട്ട് ഇത്രയും ശുദ്ധീകരിക്കാത്ത വെള്ളം കൊടുക്കുന്ന മറ്റൊരു പൈപ്പ് ലൈനിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടി വരും. അല്ല എങ്കിൽ പഴയ പൈപ്പുകൾ മാറ്റുന്നതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കേണ്ടി വരും. പുതിയ ടാങ്കുകൾ കെട്ടുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. കുടിവെള്ള പദ്ധതികൾ, കിണറുകൾ റീഓപ്പൺ ചെയ്യുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. കുളങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്ക് വെള്ളം ശുദ്ധീകരിച്ച് കൊടുക്കാൻ പറ്റുമോ എന്നുള്ള മിനി പ്ലാന്റുകളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരും. കുറച്ച് സ്ഥലത്തെങ്കിലും ഭൂഗർഭജലത്തിൽ നിന്ന് ബോർവെൽ പോലുള്ളവ നിർമ്മിച്ച് വെള്ളം കൊടുക്കാൻ പറ്റുമെന്ന് ആലോചിക്കേണ്ടി വരും. മഴവെള്ള സംഭരണം നമുക്ക് എങ്ങനെ കാര്യമായി ചെയ്യാമെന്ന് ആലോചിക്കേണ്ടി വരും. ഇങ്ങനെ വളരെ വ്യത്യസ്തമായ മൾട്ടിപ്പിളായിട്ടുള്ളൊരു പ്ലാൻ തിരുവനന്തപുരം നഗരസഭയ്ക്ക് വേണ്ടി, തിരുവനന്തപുരം നഗരത്തിന് വേണ്ടി കേരള സർക്കാരും അതുപോലെ തന്നെ നഗരസഭയും കൂടി ചെയ്യുമോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. UDF വന്നാലും അവരാരെങ്കിലും ഒരാളായിരിക്കും വരുന്നത്. LDF, UDF രണ്ട് വന്നാലും BJP ആണ് ഇവിടെ ഭരിക്കുന്നത് എന്നുള്ള രാഷ്ട്രീയ മാറ്റിവെച്ച്, രാജേഷിന് അങ്ങനെ ഒരു രാഷ്ട്രീയമില്ല. കാരണം രാജേഷ് അധികാരത്തിൽ വന്നപ്പോൾ ആദ്യം പിണറായി വിജയനെയാണ് വിളിച്ച് അനുഗ്രഹമൊക്കെ തേടി. അത് മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ, രാജേഷ് മേയർ എന്നുള്ള നിലയിൽ കറക്റ്റാണ് ചെയ്തത്. അതുപോലെ ആര് മുഖ്യമന്ത്രി ആയാലും അവരുമായി ചർച്ച ചെയ്ത്, പുതിയ ജലവകുപ്പ് മന്ത്രി ആരായാലും വളരെ കൃത്യമായി ചർച്ച ചെയ്ത് 1-2 വർഷത്തിനുള്ളിൽ കേന്ദ്രത്തിൽ നിന്നാണ് പണം തരേണ്ടെങ്കിൽ കേന്ദ്ര പദ്ധതിയും കൂടി ബന്ധിപ്പിച്ചുകൊണ്ട് സമഗ്രമായ ഒരു കുടിവെള്ള മാസ്റ്റർ പ്ലാൻ തിരുവനന്തപുരത്തിലേക്ക് ഉണ്ടാക്കാൻ രാജേഷ് മുൻകൈയെടുക്കുമോ മേയർ എന്നുള്ള നിലയിൽ എന്നതാണ് ചോദ്യം. അല്ലാതെ ബബ്ബ പറഞ്ഞതുകൊണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കുറ്റപ്പെടുത്തിയത് കൊണ്ടോ ഈ കഴിഞ്ഞ 50 വർഷത്തെ കുഴപ്പമെല്ലാം കൂടി 2 മാസം കൊണ്ടാണ് സംഭവിച്ചതെന്നുള്ള ശിവൻകുട്ടി മോഡൽ പ്രസ്താവനകൾ നടത്തി പരസ്പരം കുറ്റാരോപണം നടത്തിയത് കൊണ്ടൊന്നും ഒരു കാര്യമില്ല. തിരുവനന്തപുരത്തുകാർക്ക് കുടിവെള്ളം കിട്ടണമെങ്കിൽ സമഗ്രമായ പദ്ധതികളാണ് വേണ്ടത്. അത് മൾട്ടിപ്പിൾ ചോയ്സാണ് വേണ്ടത്. അതിലേക്ക് ഗവൺമെൻറ്റും വാട്ടർ അതോറിറ്റിയും വരുമോ എന്നുള്ളതാണ് പ്രസക്തമായ ചോദ്യം.